സ്കോക്ക് തലവൻ തലവി. ഇതൊരു റൊമാൻറ്റിക് ആക്ഷൻ കോമഡിയാണ്. പാണ്ഡിരാജ് ആണ് റൈറ്റർ, ഡയറക്ടർ, പസംഗയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ നമ്മുടെ നടിപ്പിൻ നായകൻ സൂര്യയുടെ ഈറ്റി, എതർക്കും തുനിന്തവൻ മറക്കാൻ പറ്റുമോ? സന്തോഷ് നാരായണനാണ് മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത്. ആസ് യൂഷ്വൽ പുള്ളി കിട്ടുമായിട്ട് ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി ഫോക്ക് ടച്ചുള്ള സാധനങ്ങൾ. ഇതൊരു കട്ട ലോക്കൽ പടം, അപ്പം അതിൻ്റെ വൈബ് പിടിച്ചിട്ട്. പിന്നെ സന്തോഷ് നാരായണൻ സ്കോർ ചെയ്യുമ്പോഴേ നമുക്കറിയാം രണ്ടും മാറി നിൽക്കില്ല, സീനും സ്കോറും മാറി നിൽക്കില്ല, രണ്ടും ഇഴുകി ചേർന്നിട്ട്. അപ്പോൾ ഈ സിനിമയിൽ അങ്ങനെ തന്നെയാണ്, നല്ല വൈബായിരുന്നു. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിലൊക്കെ സനയുടെ പരിപാടി. DOP M സുകുമാർ, എഡിറ്റർ പ്രദീപ് E രാഘവ്. വലിയ മെച്ചമില്ല ടെക്നിക്കലി, ഈ പടം വലിയ മെച്ചമില്ല. കാരണം ഇതിൽ പല സീൻസും ഫോക്കസ് ഔട്ടായിട്ടും ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ മൊത്തത്തിലൊരു ഡള്ളായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ആ ഒരു ഈസ്തെറ്റിക്കലിയുള്ള ഒരു വാല്യൂ ഈ പടത്തിന് ടെക്നിക്കലി ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. മക്കൾ സെൽവൻ വിജയ് സേതുപതിയും അതുപോലെ തന്നെ മലയാളിയായിട്ടുള്ള നിത്യ മേനോനാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് പ്രധാന വേഷത്തിൽ. ആകാശവീരൻ എന്നാണ് വിജയ് സേതുപതിയുടെ ക്യാരക്ടറിൻ്റെ പേര്. പേരരസി എന്നാണ് നിത്യമേനൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ ഇവരുടെ കല്യാണം കഴിഞ്ഞാണ്. അങ്ങനെ സിനിമ ആരംഭിക്കുന്നത് ഒരു അമ്പലം പോലുള്ളൊരു സ്ഥലത്ത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം നടക്കുക, രണ്ട് ഫാമിലി തമ്മിൽ. ഇവരുടെ കൊച്ചിൻ്റെ തലമുണ്ടനം ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ചമ്പൻ വിനോദ് ജോസ് പുള്ളി കിട്ടുകയും ചെയ്തിട്ടുണ്ട്. പുള്ളി ഇതിൽ നിത്യമേൻ്റെ അച്ഛനാണ്. പിന്നെ എല്ലാ ആർട്ടിസ്റ്റുകളും, അതായത് മറ്റേ പെണ്ണിൻ്റെ അച്ഛൻ, ചെക്കൻ്റെ അച്ഛൻ, അമ്മ, പെങ്ങള്, ആങ്ങള, അച്ചമ്പി, ഇങ്ങനെ പരിപാടികൾ എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു അമ്പലം പോലുള്ള സ്ഥലത്ത് വൻ തർക്കം നടക്കുക. അവിടേക്ക് വിജയ് സേതുപതിയുടെ മാസീവ് എൻട്രിയാണ് വിത്ത് സന സ്കോർ. പുള്ളിക്ക് അറിയാലോ, പുള്ളിയോ ലുക്ക് പറഞ്ഞാൽ അന്യ സ്ക്രീൻ പ്രസൻസ്, താടിയൊക്കെ വെച്ചിട്ട് ഒരു കിൻഡൽ മനുഷ്യൻ എങ്ങനെ വരുമോ, അത് കട്ട ലോക്കൽ. പുള്ളിയുടെ സ്ലാങ് അറിയാലോ, ബിരിയാണിയുള്ള ലക്ക് പീസ് കിട്ടുന്ന ലക്ക്, അതുപോലെയാണ്. ചേഴ്സ് മിഷന് എന്നൊക്കെ പറയണം. അങ്ങനെ പുള്ളി താങ്ക് യു അങ്ങനെ ആ രീതിയിൽ പുള്ളി സംസാരിച്ച് പോകുന്ന ഒരു സാധാ കട്ട ലോക്കൽ, വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത 10ാം ക്ലാസ് തോറ്റിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ പുള്ളി അവിടെ കടന്നു വരികയും പിന്നെ അവിടെ പ്രശ്നം മൂർച്ഛിക്കുക. ഈ രണ്ട്, അതായത് കുടുംബത്തർക്കം, കുടുംബകലഹം, അതുകൊണ്ടുണ്ടാകുന്ന നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന പരിപാടിയാണ്. വൻ തർക്കങ്ങൾ, അങ്ങോട്ടും അടി. നമുക്ക് സോഷ്യൽ മീഡിയയിൽ അത്തരം വീഡിയോസ് ധാരാളമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും വടിയെടുത്ത് അടിക്കുന്നതും, തെറി വിളിക്കുന്നതും, മുണ്ട് പൊക്കി കാണിക്കുന്നതും, തുണി പൊക്കി കാണിക്കുന്ന പരിപാടിയൊക്കെ. അതിൻ്റെ ഒരു തമിഴ് വേർഷൻ ആണിത്. ഇതിൽ ഒന്നും പൊക്കി കാണിക്കൊന്നുമില്ല, ഞാൻ അത് റിയാലിറ്റി പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് VJs വരികയും അവിടെ നിന്നുണ്ടാവുന്ന സംഘർഷഭരിതമായ സിറ്റുവേഷൻസും, ഇതിൽ ഹ്യൂമറാണ്. ഭയങ്കര സീരിയസ് സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു ബ്ലാക്ക് ഹ്യൂമറൊക്കെ പോലെ പല സ്ഥലത്തും അതാവും. ഇതിലൊരു ഗണ്ണെടുത്തിട്ട് പൊട്ടിക്കുന്ന സീനൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ സീൻസ് ഉണ്ട്. അങ്ങനെ ഈ സിനിമയുടെ അവസാനം വരെ ഇവിടെയാണ് ഈ അമ്പലം പോലുള്ള സ്ഥലത്ത് കുറേ ശൂലമൊക്കെ കുത്തിവെച്ച വാളൊക്കെ ഉള്ള ബലിയൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലത്താണ് ഈ പരിപാടി നടക്കുന്നത്, സിനിമയുടെ ടുവേർഡ്സ് ക്ലൈമാക്സ് വരെ. പക്ഷേ ഇതിനെന്താണ്, ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ആ ഫ്ലാഷ് ബാക്കാണ് ഈ സിനിമയുടെ മനോഹാരിത എന്ന് പറയുന്നത്, എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ. അതായത് എങ്ങനെ ഇവർ കണ്ടുമുട്ടി, ഇത് അറേഞ്ച് മാരേജ് ആണ്. അതായിട്ട് ഉള്ള കുറേ ഫ്ലാഷ് ബാക്ക് സീൻസ് പോവും, പിന്നെ വീണ്ടും പ്രസൻറ്റ് സീനിലേക്ക് വരും. ഇങ്ങനെ പോയി കളിക്കും. സിനിമയെ ഇത്രയും ആകർഷണീയമാക്കി മാറ്റിയിട്ടുള്ളത് ഇവരുടെ പെർഫോമൻസസ് തന്നെയാണ്. വിജയ് സേതുപതിയുടെയും നിത്യമേനൻ്റെയും. അവരുടെ കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യ കെമിസ്ട്രി. എസ്പെഷ്യലി ഈ നിത്യമേനൻ ആരുടെ കൂടെ അഭിനയിച്ചു കഴിഞ്ഞാൽ അവർ നല്ല കെമിസ്ട്രി കീപ്പ് ചെയ്യുന്നൊരു നടിയാണ്. വിജയ് സേതുപതി പിന്നെ കുറച്ചറിയില്ല, കുറച്ച് എക്സെൻട്രിക് ആയിട്ട്, ഇങ്ങനെ കുറച്ച് വൈൽഡായിട്ട് പെട്ടെന്ന് ഇമോഷണൽ വേരിയേഷൻസ് ഉണ്ടാകുന്നത്. ഇയാൾക്ക് സ്ട്രെസ് ഈറ്റിംഗ് ഒക്കെ ഉണ്ട്. അതായത് എനിക്കുണ്ട് സ്ട്രെസ് ഈറ്റിംഗ്. അതായത് വല്ലാതെ ടെൻഷൻ വരുമ്പോൾ, സ്ട്രെസ്ഡ് ആകുമ്പോൾ കുറേ ഫുഡ് അടിക്കുക. പിന്നെ ഫസ്റ്റ് ഹാഫിൽ ഒരു തമിഴ് ഊരിലെ ഒരു ലോക്കൽ തട്ടുകട, ഒരു ചെറിയ റെസ്റ്റോറൻറ്റിനകത്ത് വീട്ടുകാരും കുടുംബക്കാരെല്ലാം ചേർന്ന് നടത്തുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമ്മൾ ഫുഡ് അടിക്കുന്ന, അല്ലെങ്കിൽ ഫുഡ് വ്ളോഗ് കണ്ട എങ്ങനെയുണ്ടോ അതുപോലെ ഇദ്ദേഹം പൊറോട്ട മേക്കറാണ്, ആരെ വിജയ് സേതുപതി. അപ്പോൾ അങ്ങനെ കുറേ എന്തൊക്കെ തമിഴ്നാട്ടിൽ എന്തൊക്കെ ഫുഡാണ് കാണിക്കുന്ന അമ്മ, ഇത് കണ്ട അപ്പം തന്നെ തീർന്നിറങ്ങിയിട്ട് ഏതെങ്കിലും തട്ടുകടക്കാർ ഫുഡ് അടിക്കാൻ തോന്നും. അതുപോലത്തെ പരിപാടികൾ കുറേ ഫസ്റ്റ് ഹാഫിൽ. അങ്ങനെ അതും വിത്ത് സന സ്കോർ, നല്ല രസം. അങ്ങനെ അങ്ങനെ ഫുഡ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. വിജയ് സേതുപതിയുടെ ഇടി അറിയാലോ, കിൻഡൽ ഇടിയാണ്. അപ്പോൾ പുള്ളി ഭയങ്കര നമ്മുടെ മാസ്റ്ററിലൊക്കെ ഉള്ള പോലെ വൻ ഇടിയാണ്. കാലി കിങ്സനാണ് ഇതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫർ. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ ഒരു ഇടിയൊക്കെ ഉണ്ട്. അങ്ങനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് യഥാർത്ഥ പ്രശ്നത്തിലേക്ക് കടക്കുന്നത്. അതായത് ഈഗോ ക്ലാഷ്, കോൺഫ്ലിക്ട്സ്, അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതായത് അമ്മായിമ്മയും മരുമോളും എല്ലാ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ. പിന്നെ നാത്തൂനും ഇദ്ദേഹമാണെങ്കിൽ ഇതിൽ പെട്ട് കിടക്കുക, വിജയ് സേതുപതിയുടെ കഥാപാത്രം. അങ്ങനെ ഉണ്ടാകുന്ന കോൺഫ്ലിക്ട്സും അതിങ്ങനെ
പെരുകി അതേസമയം അപ്പുറത്തുനിന്ന് നിത്യമേനൻ്റെ പാരൻസ് അവിടെയും സ്ത്രീയെ തന്നെയാണ് കാണിക്കുന്നത്. അവരിങ്ങനെ സ്ക്രൂ ചെയ്ത് വിടുകയാണ്. ചെമ്പൻ വിനോദും വിജയ് സേതുപതിയും അമ്മാവനും മരുമോനും തമ്മിൽ നല്ല ക്ലോസ് ആണ്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് പല സ്ഥലത്തുള്ള ഒരു പ്രശ്നമാണ്. ഇത് റിയാലിറ്റിയാണ്. പക്ഷേ ഈ സിനിമയിൽ വളരെ കോമിക്കലായിട്ടും ചില സ്ഥലത്ത് സീരിയസ് ആയിട്ട് ഇമോഷണലായിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പരിപാടി ഇത്. അപ്പോൾ ഈ സിനിമ അഡ്രസ്സ് ചെയ്യുന്ന പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കൂട്ടുകുടുംബമായി താമസിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇൻ്റർഫിയറൻസ് ഉണ്ടാവും. ആ കൂട്ടുകുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ അനിയനും പെങ്ങളും അച്ഛനും അമ്മയും എല്ലാവരും വേണമെന്നില്ല. ഇനിയിപ്പോൾ ഇവൺ അച്ഛനമ്മ ഉണ്ടായാൽ തന്നെ ചില സ്ഥലത്ത് പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എങ്ങനെ സർവൈവ് ചെയ്യും, അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, ഇനി അതെല്ലാം സഹിച്ച് നിൽക്കണം, അല്ലെങ്കിൽ ഡിവോഴ്സുമായി വീട്ടിൽ പോകണം, അത്ര ഡീറ്റെയിൽ ആയിട്ട് ഈ സിനിമയിൽ പറയുന്നില്ല. ഞാൻ പറഞ്ഞതാണ്. ഇനി തിരിച്ച് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വിട്ടാൽ അവരെ വിടുക, അവർ ജീവിക്കട്ടെ. അല്ലാതെ പിന്നെ വീണ്ടും അച്ഛനമ്മയെ പുറകെ നടന്ന് പാമ്പർ ചെയ്ത് സ്ക്രൂ ചെയ്ത് അത് ചോദിച്ച് അപ്പോൾ അത് പ്രശ്നം. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞു പോകുന്നത്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് നല്ല രസമായിരുന്നു. അതായത് തിയേറ്ററിൽ ഇങ്ങനെ നല്ല ഓളത്തിൽ അത്യാവശ്യം നല്ല ഓഡിയൻസ് ഉണ്ടായിരുന്നു. തമിഴ് ഓഡിയൻസ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. പിന്നെ അവരുടെ പെർഫോമൻസും പരിപാടികൾക്കായിട്ട് ഫസ്റ്റ് ഹാഫ് നല്ല ജില്ലായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വന്ന സമയത്ത് ഓൾറെഡി ഈ അമ്പലത്തിൽ പ്രശ്നം നടക്കുകയാണ്. അവിടെ കുറേ ആളുകൾ വരുവാണ്. കണക്റ്റഡ് ആയിട്ട് പല ആളുകളും വിളിച്ചിട്ട് പല ആളുകൾ വന്ന ഒരു കയോട്ടിക് സിറ്റുവേഷനിലേക്ക് പോവുകയാണ് സിനിമ. പക്ഷെ അപ്പോഴും വീണ്ടും അതിലേക്ക് വരാതെ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് നിരന്തരം പോകുന്ന സമയത്ത് ഈ നിത്യമേനനും വിജയ് സേതുപതിയും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസും അവരുടെ ഫാമിലി സീൻസും പരിപാടികളും അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരിയേറും ഇത് ഭയങ്കര റിപ്പീറ്റേഷനായി. വീണ്ടും സെയിം സീൻസ് തന്നെ വരുന്നു, സെയിം സിറ്റുവേഷൻസ് തന്നെ വരുന്നു. അങ്ങനെ സെക്കൻഡ് ഹാഫ് ആയ സമയത്ത് പടം ഒന്ന് ഡൗൺ ആയിപ്പോയി. അങ്ങനെ പിന്നെ അവസാനം 2 മണിക്കൂർ 20 മിനിറ്റേ ഉള്ളൂ പടം. പക്ഷേ സെക്കൻഡ് ഹാഫ് വാസ് ടു ലോങ്. അതായത് ഒരുപാട് സമയമുള്ളതുപോലെ ക്ലൈമാക്സ് ഒക്കെ ആയപ്പോഴേക്ക് ഇതൊന്ന് തീർന്ന് കിട്ടിയാൽ മതി എന്നായി. അതായത് തുടക്കത്തിലുണ്ടായ ആ രസമൊക്കെ പോയി. പിന്നെ ഒരു കൈൻഡ് ഓഫ് ഭയങ്കര ഒരു ഇൻഡിഫറൻ്റ് ആയിട്ടാണ് പിന്നെ ഞാൻ സിനിമ കണ്ടത്. ഒരു താല്പര്യമില്ലാതെ. കാരണം ഇത് അവസാനിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പോകാമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിപ്പോയി. അവസാനമായപ്പോഴും ഇത് തീർക്കണ്ടേ. ഈ ET ചെയ്തപ്പോഴും ഇദ്ദേഹം നല്ല രീതിക്ക് വെറുപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഡയറക്ടർ. ET ഒക്കെ കണ്ട അവസ്ഥ പറയാതിരിക്കുന്നതല്ലേ. ഇതർക്കും ദുരന്തവൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിനിമയാണ്. പിന്നെ ഇതിൽ വേറെ അഡ്രസ്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ഈ അന്ധവിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ടല്ലോ, സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള, അതിൽ ഹോറോസ്കോപ്പ് നോക്കുന്ന, ജാതകമൊക്കെ നോക്കുന്ന അങ്ങനെയുള്ള ആളുകൾക്ക് എന്തേ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിപ്പം മരുമോൾ കയറി വന്നു കഴിഞ്ഞാൽ അതിനെന്തേ പ്രശ്നമുണ്ടോ. പിന്നെ ഈ കബഡി നിരത്തുന്ന ആൾക്കാരില്ലേ, പിന്നെ അങ്ങനത്തെ ആൾക്കാർ എന്തെങ്കിലും പറയും. ഈ പണിക്കരെടുത്ത് പോകുന്ന അവരെന്തേലും പറയുന്നു. ഇതൊക്കെ വിശ്വസിക്കുന്ന മണ്ടന്മാരായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ റീസൺ കണ്ടെത്തും. ഈ സിനിമയിൽ അതിനെക്കുറിച്ച് വിശദമായി പറയുന്നില്ല, ഞാൻ അല്ലാതെ പറയുക. അപ്പോൾ ഇങ്ങനെ ഈ പെണ്ണിന് ഇന്ന പ്രശ്നമുണ്ട്, ഇവരെ ജാതകം അങ്ങനെയാണ്, മറ്റവൻ്റെ ജാതകം ഇങ്ങനെയാണ്, പിന്നെ അവിടെ പോയിട്ട് ഇതിന് പരിഹാരം ചെയ്യണം. ഇതിൽ പോയിട്ട് പിച്ചെടുക്കാനാണ് പറയുന്നുണ്ട് വിജയ് സേതുപതിയോട്. ഏതോ ഇതുപോലെ പണിക്കരെ പോലത്തെ ഏതൊരാൾ പിച്ചയുടെ പിച്ചെടുത്തിട്ട് അതുകൊണ്ട് ഫുഡ് വാങ്ങിച്ചിട്ട് ഭർത്താക്ക് കൊടുക്കുക. അപ്പോൾ എല്ലാ പ്രശ്നം തീരും. ഇതെന്താ ഇലോജിക്കലായിട്ടല്ല. ലാസ്റ്റ് വിജയ് സേതു തന്നെ പറയുന്നുണ്ട്, ഇത്രയും കിലോമീറ്റേഴ്സ് 100-200 കിലോമീറ്റർ താണ്ടി ഏതോ അമ്പലത്തിൻ്റെ ഫ്രണ്ട് പോയി പിച്ചെടുത്തിട്ട് ആൾക്കാർക്ക് അതിന് ഫുഡ് വാങ്ങിച്ചു കൊടുത്തതിന് പകരം 24 കിലോമീറ്റർ ദൂരെയുള്ള സ്വന്തം ഭാര്യടുത്ത് പോയി സംസാരിച്ചതിൻ്റെ പ്രശ്നം തീർന്നതിന്. അതല്ലേ ഫാക്ട്. മനുഷ്യന്മാരല്ലേ പരസ്പരം സംസാരിച്ച് പ്രശ്നം തീർക്കണ്ടേ. എവിടെ സ്ഥലത്ത് പിച്ചെടുക്കുക, ഏതോ മണ്ടന്മാർ പറയുന്നത് കേട്ട് എങ്ങോട്ടോ ഓടുക, ഇതൊക്കെ നാട്ടിലെ ആൾക്കാർ ചെയ്യുന്നതാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഫസ്റ്റ് ഹാഫ് വളരെ രസിച്ച് കണ്ടിട്ടുള്ള, സെക്കൻഡ് ഹാഫ് മുതൽ കുറച്ച് മടുപ്പിച്ച് ക്ലൈമാക്സ് ആകുമ്പോഴേക്കും ഒരു വിധത്തിൽ മടുപ്പിച്ച് തന്നിട്ടുള്ള ഒരു സിനിമ. സ്റ്റിൽ എൻജോയ്ഡ് ദ പെർഫോമൻസ് ഓഫ് വിജയ് സേതുപതി ആൻഡ് നിത്യമേനൻ.